ഒരു വിധത്തെ സമാധാനിപ്പിച്ച് പിന്നെ അവിടുന്ന് കൊണ്ടുപോയി എനിക്കിവിടെ എഴുതിക്കിട്ടും നാരായണിക്കിട്ട് നല്ല തല്ല് കിട്ടി, നല്ല അട്ടി കിട്ടി. ഭയങ്കര നീ നാരായണിക്കിട്ട് കല്ല് പെറുക്കി അവിടെ തലക്കിട്ട് അടിച്ചില്ലേ? ഇല്ലേ? നിന്റെ ചേച്ചിയല്ലേ? പിന്നെ എന്നായിരുന്നു ഇന്നലെ? എവിടുന്ന്? മീനമ്മയുടെ അവിടെ അലമ്പോടറുമ്പ് മീനൊക്കെ വിളിച്ചോണ്ട് പോയില്ലേ? അവൾ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഇവളൊരു പരിപാടിക്ക് നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമായിട്ടാ. എല്ലാരും അമല് വരെ വിളിച്ചു പറഞ്ഞു. അമല് വിളിച്ചിട്ട് മോനെ ഇല്ലടാ മോനെ നാളെ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല വരണം സലാമല് ഇല്ല, എല്ലാരും വിളിച്ചു. രക്ഷയില്ലായിരുന്നു. അവിടുന്ന് ആ ഇരിക്കുന്ന ഇരിപ്പില്ലേ അവിടുന്ന് അലങ്ങിയല്ലോ അവള്. ആ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കുക. വണ്ടി വരുന്നവരെ 9 മണിയായി ഞങ്ങളോട് കയറി നേരെയായിട്ട് പോയ. മീനാക്ക വിളിച്ചോണ്ട് പോയി. അതിനകത്ത് ദോശയും സാമ്പാറും കൊടുത്തു, ചട്നി കൊടുത്തു, ചായ ഇട്ടു. അന്നേരം അവിടെ കിടന്നുണ്ടല്ലോ ചായ കൊടുത്ത് കഴിഞ്ഞു. അയ്യോ അനുഭവിച്ചത് എനിക്ക് ഗ്യാസിന് പോണം. എനിക്ക് സമയം പോകുന്നത് അങ്ങനല്ലേ. പിന്നെ എടുത്ത് കയറി വന്ന് പിന്നെയും ഗ്യാസിന് പോയി, പിന്നെയും കയറി വന്ന് പിന്നെ ഇറങ്ങിപ്പോയി. പഞ്ചായത്തിൽ പോയി അവിടെ പോയിരുന്നു. രാജിവെക്കാൻ തോന്നി എനിക്ക്. പഞ്ചായത്തിൽ പോയതാ? എവിടെ പോവാ? അതിനെക്കൂടെ നടക്കണ്ട വീടും. ഇന്നലത്തെ പോലെ എങ്ങാനും ഇവിടെ അലമ്പുണ്ടാക്കിയാ അത് അപ്പടി ഒന്ന് പറ. ഞാനാണോ ഗ്യാസ് പൊക്കുന്നേ? ഗ്യാസ് അടുക്കള കൊണ്ടൊക്കെ ഉണ്ടോ? ഉണ്ട്. നേരത്തെ വന്നോ? ഇന്ന് താമസിച്ചാണോ വന്നേ? നമ്മള് വഴക്കൊന്നും ഉണ്ടാക്കിയില്ലല്ലോ ഇറങ്ങിപ്പോയപ്പം. മീനാക്കായ കണ്ടോ? അമ്മതാണോ വണ്ടി ഓടിച്ചേ? എല്ലാം കഴിച്ചു. പോകുന്നില്ലേ? വെള്ളം ഓരോ ദിവസവും കുറഞ്ഞു വരുന്നുണ്ട്. മഴ ഇനി കൂടത്തില്ല. വിളിച്ചു നോക്ക്. അങ്ങനെ 10:30 ഉണ്ടാക്കാൻ വന്നപ്പോ 9 കഴിഞ്ഞു. രണ്ട് 10 കണ്ടല്ലോ. അച്ഛനൊന്ന് ബ്ലോഗിൽ വരും.
പടക്കം പോലെ അങ്ങ് കയറുമായിരുന്നു. നിനക്ക് എത്ര പേരെയാ? 3 4? ഷൂട്ടിങ് വേണ്ടി കിടപ്പുണ്ടല്ലേ? അതിലെവിടെ പോകാനായിട്ടാ? ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടാവും. കഴിഞ്ഞ ദിവസത്തെ പടത്തിന്റെ ബാക്കിയാണോ? ഉണ്ട് കാക്കി പാൻറ്. അപ്പോൾ 11:13 പോകുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ? പിന്നെ അല്ലാതെ എക്സാമിന് പോകുന്നതല്ലേ. നീ പോയിട്ട് വേണം എനിക്ക് സമാധാനത്തോടെ ടി വി വെച്ചിരിക്കാൻ. ID കാർഡ് എടുത്തോ? തന്ന പൈസ എടുത്തോ? കുറെ എടുത്തോ? പിന്നെന്തായിരുന്നു? കൊച്ചിനെ വിളിച്ചോണ്ട് കയറി വന്നോണം. എന്താ മച്ചി? മതി മതി. നീ കൊണ്ടുപോകാൻ വെള്ളം എടുത്തിട്ടില്ലേ? പൈസ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? മൂടലൊക്കെ ഉണ്ടല്ലോ. മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയുള്ള മൂടല. അതാണെന്ന് തോന്നുന്നു. പെയ്യോ അതുമില്ല. എന്ന് പെയ്യുമായിരുന്നേ കുറേ വെള്ളം കിട്ടിയേനെ. ബക്കറ്റെല്ലാം കാലിയായി. എൻ്റെ ഭഗവാനെ നോക്ക്. എന്താ കാണിച്ച് വെച്ചൊക്കെ നോക്കിയേ.
അവിടെ കൊണ്ട് കെട്ടിയാൽ പിന്നെ ഏതാ പഠിക്കുക. എടാ നിന്നെ എന്നാ ചെയ്താലാടാ മതിയാവുന്ന ഇതോ. നീ എന്തുവാ ഇവിടെ കാണിച്ചു വെച്ചേക്കുന്നേ? കണ്ടോ പമ്പി കിടക്കുന്നുണ്ടോ? വാ ഇതെല്ലാം കൂടെ വലിച്ചു പറിച്ചോണ്ട് ഇങ്ങോട്ട് വാ. നിനക്ക് എന്നാ പിന്നെ അവൻ എവിടെ കെട്ടിയാലും അവൻ എന്തായാലും നാശം ഉണ്ടാക്കും. മഴക്കാറ് എന്തുവാടാ? നല്ല തലവേദന ഉണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വേദന. വേദനയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടന്നങ്ങ് വിങ്ങുകയാണ്. വെച്ച് വെക്കുന്നു സിംബ കടന്ന് തുടങ്ങി. ആ മര്യാദയ്ക്കിരുന്ന ഞാൻ അങ്ങോട്ട് പോയത്. ഇതാ വച്ച് വെക്കുന്നത്. ഇതാണ് മറ്റേ. അയ്യോ അല്ല, അതെ അവനാണ്. വീട്ടിൽ ഭയങ്കര ഐശ്വര്യമാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഇഷ്ടം പോലുണ്ട്. അത് നേരത്തോട്ടേ ഉള്ള ഇവിടെ. എൻ്റെ മണ്ടലുണ്ട്. അത് അരണ അല്ല ഓന്ത് നോക്കണേ. ഇതില്ലാത്ത സാധനങ്ങളുണ്ട് കേട്ടോ. ചാമ്പുവെ വിളിക്കാനായിട്ടേ പോയേക്കാന്ന് വെച്ചു. എന്നാന്ന് വെച്ചാൽ നേരത്തെ വണ്ടി വരും. നാരായണി കൊണ്ടുവരാന്നാണ് പറഞ്ഞത്. പക്ഷെ നാരായണിയെ നേരത്തെ വരുമെന്നുള്ളതൊക്കെ അറിയത്തില്ലായിരിക്കും. അവിടെ 5:30 കഴിയുമ്പോഴാണ് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ കൂട്ടിക്കൊണ്ട് വരാം. മഴ പെയ്യുമോ? കുറേ എടുക്കത്തില്ല. എന്നപ്പാ ഉണ്ടെന്ന് അറിയിക്കുവാണോ അവിടെ കുരച്ചിട്ട്? ആണോ? ഓ പിന്നെ പോയിട്ട് വരാം. ഇന്ന് വെള്ളം വന്നാലും തോന്നുന്നു. നല്ല ഭംഗി. നാരായണി വന്നിട്ടില്ലല്ലോ. കണ്ടോ നേരത്തെ ബസ് വരും. അവൾക്കത് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഇതിനകത്ത് ചേട്ടായിക്ക് പറ്റിയ ആക്രിയൊന്നും ഇല്ലല്ലോ. നാരായണി വന്നു. എന്നാൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പൊക്കോട്ടെ. നിന്നോട് ആരും ഇത്ര നേരത്തെ? ഞാനോർത്ത് താമസിച്ച് വരുള്ളൂന്ന് ഓർത്തോ ഞാൻ വന്നേ. പറഞ്ഞാണ് അവളെ വിളിച്ചോണ്ട് വരാൻ. കേൾക്കരുത്. എനിക്കറിയുമോ? ഞാൻ എന്നൊക്കെ ഒരു പൊക്കോട്ടെ. ചായ ഉണ്ടാക്കി വെക്കണേ മതി. ചായ ഉണ്ടാക്കി വെക്കണ്ട. അവിടെ ചെന്നിട്ട് പതുക്കെ ഉണ്ടാക്കിയാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ. എണീറ്റ് അവിടെ ഇരുന്ന് കുടിക്ക്. വെള്ളം തരോ? തുറക്ക്, കുപ്പി തുറക്ക്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിങ്ങൾ കയറി പോക്കോ. കേറിപ്പോ. തിരിച്ചോണ്ടില്ല.
പോവാം വീട്ടിൽ പോവാം. വെള്ളമില്ല, കയറി പോക്കോ. വരട്ടെ. എന്നാ അവള് ജ്യൂസ് തന്നിട്ടേ പോകുന്നുള്ളൂന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു ജ്യൂസ് വരണോ. എല്ലാം ഒന്നാണോ? പ്രശ്നമില്ലല്ലോ. വിശന്നിട്ട് വയ്യ, വിശക്കുന്നത് ജ്യൂസാണ് കുടിക്കുന്നത്. വൈകുന്നേരത്തില്ല കൂടെ വെക്കട്ടെ. അതെ ഇന്നത്തെ ബാക്കിയാണ് എടുത്ത് ഞാൻ അതവക്ക് അത് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ് പഴം തിന്നും. ഇപ്പം രണ്ടുപേരും കുടിച്ചും തിന്നോടിരുന്നു കേട്ടോ. ഞാൻ പോകേണ്ടത് രണ്ടും കൂടെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ കയറിപ്പോരാൻ മര്യാദയ്ക്ക് പറഞ്ഞാണ്. കയറിപ്പോരാൻ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞാണോ? പള്ളി പൊട്ടിപ്പോ രണ്ടടിയിട്. ഞാൻ പറഞ്ഞാൽ മേടിച്ചോണ്ട് വരാൻ കയറി പൊക്കോളാൻ. വരുന്നില്ലേ? വരുന്നില്ലേടി? മനോജ് മാമനോ? കൊള്ളാല്ല. മനോജ് മാമൻ ഏത് നേരം നിന്നെ വണ്ടിക്ക് കൊണ്ടുവരാനല്ലേ നേരം? നീ എന്നെ അടിക്കാൻ വേണ്ടി കൈ ഉയർത്തിയായിരുന്നല്ലോ, അതെന്നത്തിലാ? അത് മനസ്സിലായില്ലല്ലോ. എന്താ കാര്യം? അടിക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? സൂര്യൻ നീ വണ്ടി ഇത് പൊന്നാമലിയോ? വണ്ടി 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 ഇവിടെ എന്തിനാണ് എന്നെ അടിക്കുന്നേ? ഓട്ടോയ്ക്ക് പോണെന്ന് പറഞ്ഞത് ഓട്ടോയ്ക്ക് വന്നു. അത്ര നടക്കാറായല്ലേ? അയ്യോ ഇവിടെ വീഴത്തില്ല. പോരാ. എത്തി. പിന്നെ എന്നതിനാ? ഗേറ്റോ? എൻ്റെ അമ്മച്ചിയെ വാ വാ വാ. ഹലോ ഇറങ്ങി വാ. അനുവോ? ഏതാനു? അയ്യോ ഇല്ല, കണ്ട് അവള്. അനുവോ? അയ്യോ ഇപ്പഴാ കണ്ടേ. ഹായ്. പൊന്നു പൊന്നു അനു വന്നോർത്തോ? അനു വന്നോർത്തോ? ഓ അനു വന്നു. അങ്ങനൊന്നല്ല. ഓ അനുവിനൊക്കെ എന്നാ കാണാൻ ആണോ? എത്രാമത്തെ ബർത്ത്ഡേ? 3 4? മൂന്നായിരിക്കും. ഓ ഫസ്റ്റ് വിഷ് ചെയ്തത് ശാംഭവി. അച്ഛൻ ജോലിക്ക് പോയി. അമ്മ ഇവിടെയുണ്ട്. അപ്പൊ പോകാം. ശരി. അമ്മ അടുക്കളല്ല. ബാ കളിക്കട്ടെ. നീ പാറവട്ടിക്കടി വന്നേ? വിളിയടി. ബാ എന്നാ പോട്ടെ, ഞങ്ങൾ കഴിക്കാൻ പോവാ. ഞങ്ങൾ പോവാണേ. ഞങ്ങൾ പോവാണേ. ഞങ്ങൾ പോയി. വരത്തൊന്നുമില്ല അവള്. ഞങ്ങൾ പോയി. വേണേ വാ.
എടി പാടി എന്തോ ആ ഇപ്പം വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയാം കഴിക്കാൻ എന്നാന്നുള്ളത്. വീട്ടിൽ ചെന്നിട്ട് പറയാം കഴിക്കാൻ എന്നാ ഉള്ളതെന്ന്. ആ അല്ല മാങ്ങ ചക്കയല്ല കുട്ടിയെ, ചക്ക നാളെ. ഇന്നോ? ഇന്ന് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലല്ലോ. ആ നമുക്ക് പിന്നെ ഇരിക്കാം. ഞാൻ മടുത്തന്നേ. ഞാൻ പറഞ്ഞുതരാം. കഴിച്ച അമ്മ ചോറുണ്ടു. രാവിലെ അപ്പം തിന്നു. അപ്പത്തിന് കറി മുട്ടക്കറി. വാ വാ വാ. അപ്പത്തിന് കറി ഞാൻ പറയട്ടെ. ആ നീ പറഞ്ഞാ മതി. അപ്പത്തിന് കടലക്കറി. നിന്നോട് ഞാൻ എപ്പോഴും പറയും താഴെ തൊട്ട് എത്ര വീടുണ്ടോ ആ എല്ലാ വീട്ടിലും കയറി അമ്മയോടും അച്ഛനോടും എന്നാ കഴിച്ചെന്ന് ചോദിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞ നീ കൊണ്ടുവരാൻ. ഞാൻ കയറി പോട്ടെ, മലയാളത്തിൽ പറഞ്ഞല്ലേ. ടി വി ഒക്കെ ചോദിച്ചത് കൊണ്ട് ടി വി ഒക്കെ തരാം. അല്ലേ വെക്കായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നീ ചോദിച്ചത് കൊണ്ട് എന്നാടാ പിന്നെ ഒത്തിരി സ്പീഡ് വേണം. ഇച്ചിരി സ്പീഡ് കുറച്ച് പോകും. വെറുതെ കുളിച്ചത്, വേർത്ത് കുളിച്ച്. പിന്നെ കുളിക്കണ്ട. എന്നാ പറയട്ടെ. അയ്യേ ക്യാമറ ഓണായിരിക്കുമ്പോഴാണോ ഇച്ചി വർത്തനങ്ങളൊക്കെ പറയുന്നേ. അതെ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നാ കഴിച്ചെന്ന് ചോദിക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങോട്ട് മുഖത്ത് നോക്കിയിട്ട് പറ. ഉണ്ടോ? ആ പിന്നെന്താ ചോദിച്ചേ? നീ അവിടെ നിന്ന് പോയേ. ഇനി തിങ്കളാഴ്ച ഉണ്ട് എക്സാം. ഇവിടെ കിടക്കൂല നോക്കിയോളൂ. എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ എന്നെ ഒന്ന് പഠിക്കണം. ഞാൻ വെട്ടാൻ തുടങ്ങിയത് ഈ സാധനത്തിലായിരിക്കും. ആ ഇതാ ഇത് അത് വ്യത്യാസമുണ്ട്. ആ അതായത് അത് വളരെ കിലോമീറ്റർ കണക്കിനാണ് ഇത്. പത്തേകാല് ഇന്നും 10:30 കഴിഞ്ഞു. എല്ലാവരും കാണണമെന്ന് തോന്നുന്നു. ആരെയും കാണാൻ പോലും പറ്റത്തില്ല. താഴത്തെ രാവിലെ കാണാം. 8 മണി വരെ സമയമുണ്ട്.